നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ ബ്ലിറ്റ്സ് ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം. കാത്തിരിപ്പിനും അനിശ്ചിതത്വത്തിനും അഭ്യൂഹങ്ങൾക്കും ആശങ്കകൾക്കും വിരാമമിട്ട് കേരളത്തിനൊരു മുഖ്യമന്ത്രിയായി. കേരളം നയിക്കാൻ വി.ഡി. സതീശന് എ.ഐ.സി.സിയുടെ പച്ചക്കൊടി. കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് പുതിയൊരു സൂര്യോദയമാണ്. ജനപക്ഷ രാഷ്ട്രീയത്തിന്റെ കരുത്തുറ്റ ശബ്ദം, മികച്ച പാർലമെന്റേറിയൻ, പ്രതിപക്ഷ നിരയിൽ നിന്ന് ഭരണത്തിന്റെ ചെങ്കോലിലേക്ക് സാരഥ്യം ഏൽക്കുന്ന 61കാരനായ വി.ഡി. സതീശൻ ഇനി കേരളത്തിന്റെ മുഖ്യമന്ത്രി. തെരഞ്ഞെടുപ്പ് ഫലം വന്ന് 10 ദിവസമായിട്ടും മുഖ്യമന്ത്രിയെ തീരുമാനിക്കാത്തതിൽ ഘടകകക്ഷികൾക്കിടയിലും പ്രവർത്തകർക്കിടയിലും പൊതുജനങ്ങൾക്കിടയിലും അതൃപ്തി പുകഞ്ഞിരുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഡൽഹിയിൽ നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയതിന്റെ അവസാനമാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശനാണെന്ന പ്രഖ്യാപനം വന്നത്. വാക്കുകൾ കൊണ്ട് എതിരാളികളെ നിശബ്ദനാക്കുന്ന സതീശൻ ഭരണാധികാരി എന്ന നിലയിൽ കേരളത്തെ എങ്ങോട്ടാണ് നയിക്കാൻ പോകുന്നത്? തികഞ്ഞ ആത്മവിശ്വാസത്തോടെയും കൃത്യമായ പ്ലാനിങ്ങോടെയും അദ്ദേഹം തന്റെ പുതിയ ദൗത്യം ഏറ്റെടുക്കുകയാണ്. പോരാട്ട വീര്യത്തിന്റെ വഴികൾ നോക്കിയാൽ പറവൂർ എന്ന മണ്ഡലത്തിൽ നിന്ന് 5 തവണ തുടർച്ചയായി ജനവിധി നേടി നിയമസഭയിലെത്തിയ സതീശൻ എന്നും സാധാരണക്കാരന്റെ പ്രശ്നങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച നേതാവാണ്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പിണറായി സർക്കാരിനെതിരെ അദ്ദേഹം ഉയർത്തിയ ചോദ്യങ്ങൾ നിയമസഭയ്ക്കുള്ളിലും പുറത്തും വലിയ ചർച്ചകൾക്ക് വഴിമാറി. വസ്തുതകളും കണക്കുകളും നിരത്തി സംസാരിക്കുന്ന സതീശൻ ശൈലി ഭരണപക്ഷത്തിന് എന്നും ഒരു പേടി സ്വപ്നമായിരുന്നു. ഇന്ന് അതേ കണക്കുകൾ നിരത്തി കേരളത്തിന്റെ സാമ്പത്തിക ഭദ്രത വീണ്ടെടുക്കാനാണ് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ കസേരയിൽ എത്തിയത്. രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസ്, സേക്രഡ് ഹാർട്ട് കോളേജ് തേവര, കേരള ലോ അക്കാദമി, സർക്കാർ ലോ കോളേജ് തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ നിന്നാണ് വി.ഡി. സതീശൻ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. ഇനിയും കേരളം കാണാൻ പോകുന്നത് പുതിയ കാഴ്ചപ്പാടോടെയുള്ള സതീശൻ മോഡൽ ഭരണമായിരിക്കും. യുവജന വികസനം, തൊഴിലില്ലായ്മ പരിഹരിക്കാൻ IT, സ്റ്റാർട്ടപ്പ് മേഖലകളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ എല്ലാം തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. പരിസ്ഥിതി സൗഹൃദ രാഷ്ട്രീയം, പ്രകൃതിക്ഷോഭങ്ങൾ ആവർത്തിക്കുന്ന കേരളത്തിൽ പരിസ്ഥിതിയെ മുറിപ്പെടുത്താത്ത വികസന പദ്ധതികൾക്ക് അദ്ദേഹം മുൻഗണന നൽകുമെന്നാണ് പറയുന്നത്. സുതാര്യമായ ഭരണം എന്ന് പറയുമ്പോൾ അഴിമതിയില്ലാത്ത, ജനങ്ങൾക്ക് നേരിട്ട് ഇടപെടാൻ കഴിയുന്ന ഒരു ഭരണ സംവിധാനമാണ് സതീശന്റെ വാഗ്ദാനം. വിമർശനങ്ങളെ ഭയപ്പെടാത്ത, എന്നാൽ ക്രിയാത്മകമായ നിർദ്ദേശങ്ങളെ സ്വീകരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് കേരളം ഇനി കാണാൻ പോകുന്നത്. അധികാരമേൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുന്നിലുള്ളത് ഊമത്തെയല്ല, മറിച്ച് വെല്ലുവിളികളുടെ മലനിരകളാണ്. കേരളത്തിന്റെ കടക്കണി, വിലക്കയറ്റം, കാർഷിക പ്രതിസന്ധി എന്നിവ പരിഹരിക്കാൻ ഒരു മജീഷ്യനെ പോലെ പ്രവർത്തിക്കേണ്ടി വരും. എന്നാൽ ടീം വർക്കിൽ വിശ്വസിക്കുന്ന സതീശന് തന്റെ മന്ത്രിസഭയെ ഒരുമിച്ച് കൊണ്ടുപോകാനാകും. അത് മാത്രമല്ല, കേരളത്തെ വീണ്ടും 1ാം സ്ഥാനത്ത് എത്തിക്കാനും കഴിയുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. വി.ഡി. സതീശൻ എന്ന ഭരണാധികാരിയിൽ കേരളം വലിയ പ്രതീക്ഷകൾ അർപ്പിക്കുന്നുണ്ട്. വിദ്വേഷമില്ലാത്ത വികസനത്തിന് ഊന്നൽ നൽകുന്ന ഒരു നവകേരള നിർമ്മാണത്തിന് പുതിയ മുഖ്യമന്ത്രിക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം. അതുകൊണ്ട് തന്നെ പ്രവാസി ഓൺലൈനിന്റെ അഭിവാദ്യങ്ങൾ കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി വി.ഡി. സതീശന് ഹൃദയപൂർവ്വം നേരുകയാണ്. ഇതോടെ ഈ ബ്ലിറ്റ്സ് ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്ക് ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈൻ സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.